ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾക്ക് ഷോപ്പ് ലീവാണ്. പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തീർക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതിലൊരു പണിയാണ് അമ്മ തീർത്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് സ്റ്റോൺ വർക്ക്. അതേപോലെ തന്നെ എനിക്കും കുറച്ച് വർക്ക് ഉണ്ട്, പഞ്ചിങ് വർക്ക്. അപ്പം നമുക്ക് ഈ മുത്ത് പഞ്ച് ചെയ്യണ പഠിച്ചാലോ? സംഭവം നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ ഞാനൊരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമില്ല കേട്ടോ. ഞാൻ വെറും ഒരു ന്യൂ കമറാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കേട് വരുത്തിയിട്ട് നന്നാക്കി കൊടുന്ന ഒരു പഞ്ചിങ് മെഷീനാണ് ഇത് കേട്ടോ. ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഞ്ച് ചെയ്ത് നല്ല അറിയാത്തതുകൊണ്ട് തന്നെ ഓവറായിട്ട് അമർത്തി പഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ മുന്നേയുള്ള പഞ്ചിങ് മെഷീൻ കേട് വരുത്തി. അല്ല, ഇത് തന്നെയാണ് സെയിം പഞ്ചിങ് മെഷീൻ, പക്ഷേ ഇതിൻ്റെ താഴെയുള്ള ഭാഗം എന്നിട്ട് ഞാൻ ആ സെയിം കടയിൽ കൊണ്ടുകൊടുത്തപ്പോൾ അവർ മാറ്റി തന്നിട്ടുള്ളൊരു കോലാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഞ്ച് ചെയ്യുമ്പോൾ നല്ല അമർത്തി പഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു മുത്ത് അവിടെ പിടിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെയുള്ള ഈ ഭാഗത്താണ് നമ്മൾ മുത്ത് ഫിറ്റ് ചെയ്യുക. അതേപോലെ താഴെ ഉള്ള ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാവും. ആ ഒരു ഹോളിൽ നമ്മൾ പഞ്ച് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും. അത് നമുക്ക് ഇതിൻ്റെ ബട്ടൺ ഹൗസുകളിലൊക്കെ ചോദിച്ചാൽ അറിയാം. ആ ഒരു സംഭവം അവർ തരും. അത് വെച്ചിട്ട് നമ്മൾ ഏതൊരു ഇതിലാണോ തുണിയിലാണോ വെക്കണമെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം പഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, വല്ലാതെ അമർത്തി ചെയ്യേണ്ട. അമർത്തി ചെയ്താൽ എൻ്റെ പോലെ പഞ്ചിങ് മെഷീൻ കേട് വന്നിട്ട് ഒന്നെങ്കിൽ അത് മാറ്റേണ്ടി വരും. ഇതിപ്പോൾ അവരെ കടയിൽ അതിൻ്റെ പഴയ ഒരു സ്റ്റോക്കിലൊരു സംഭവം ഉണ്ടായത് കൊണ്ട് ഒരു മാറ്റിയിട്ടെന്നാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു മെഷീൻ മൊത്തമായിട്ട് മാറ്റേണ്ടി വന്നിരുന്നു. അപ്പം ഞാനിപ്പോൾ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചുരിദാറിൻ്റെ താഴെ ഭാഗം അതേപോലെ തന്നെ എൻ്റെ ഷാളിൻ്റെ അറ്റഭാഗമൊക്കെയാണ്. അങ്ങനെ കുറേ നേരം പണിപ്പെടാൻ എൻ്റെ പഞ്ചിങ് കഴിഞ്ഞു. പഞ്ചിങ്ങിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വൃത്തിയൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല.